വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഐഡിയാസ് വരുന്നത്, അതിൻ്റെ സ്ക്രീനിങ് സ്റ്റെപ്സ്, ബാക്കി എഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇൻഡസ്ട്രി റിലേറ്റഡായിട്ടുള്ള അതിൻ്റെ പ്രൊഡക്റ്റ് ഡിസൈൻസ്, ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് നമ്മളതിൻ്റെ ഒരു ഓൺട്രപ്രനറിയൽ എൻവയോൺമെൻറ്റ് പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. The entrepreneurial environment is a combination of the factors that play a role in the development of entrepreneurship. അത് ഏതൊക്കെ ഫാക്ടേഴ്സാണ്? ഇക്കണോമിക്, സോഷ്യോ കൾച്ചർ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ്സ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾസ് വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു അണ്ടർടേക്ക് ഓൺട്രപ്രനറിയൽ ആക്ടിവിറ്റീസ്. അതായത് ഓൺട്രപ്രനറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഇൻഡസ്ട്രി നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്കണോമിക് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യോ കൾച്ചർ, പൊളിറ്റിക്കൽ റിലേറ്റഡായിട്ടുള്ള പല പോളിസീസ് റെഗുലേഷൻസ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഓരോ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് പല ചേഞ്ചസ് വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺട്രപ്രനറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്കിതിനെ ഓരോന്നും ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് നമുക്കിനി സ്പെസിഫൈ ചെയ്ത് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, ക്വാളിറ്റി ലീഡർഷിപ്പ്. കാരണം ഓരോ സമയങ്ങളിലും നമുക്ക് പല മാറ്റങ്ങൾ വരും. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ബിസിനസ്സിനാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ ആ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ നമുക്കനുസരിച്ച് വേണം ഒരു ഓൺട്രപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് കാര്യങ്ങൾ വരുന്നതാണ് റിസോഴ്സസ്. ഒരു സ്കേർട്സ് റിസോഴ്സ് ആണെങ്കിൽ അതെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇക്കണോമിക് കണ്ടീഷൻസ്, ഇക്കണോമിക് പോളിസീസ്, ഇൻസെൻറ്റീവ്സും സബ്സിഡീസും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്ന ഒരു ഇൻസെൻറ്റീവ്സൊക്കെയാണ്. പല രീതിയിലും പല സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് ലേബർ ആറ്റിറ്റ്യൂഡ്. നമുക്കൊരു ലേബർ പോളിസികളുണ്ട്, ട്രേഡ് യൂണിയൻസ് വരും. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ, എങ്ങനെയാണ് ആ ഒരു ഏരിയ, നമ്മൾ എടുക്കുന്ന ഏരിയ, അവരുടെ സോഷ്യൽ കൾച്ചർ നമ്മൾ നോക്കും. അതുപോലെ തന്നെ അവിടെയുള്ള സോഷ്യൽ വാല്യൂസ് ആൻഡ് കൺവെൻഷൻസ്, ദെൻ കൺസ്യൂമറിസം. കാരണം കൺസ്യൂമറിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ രീതിയിലും കസ്റ്റമറിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചേഞ്ചസ് ഒക്കെ വരും. അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ്. കാരണം ഇൻഡസ്ട്രി ആണെങ്കിൽ ടെക്നോളജിക്ക് നല്ല ഇമ്പോർട്ടൻസ് ആണ്. സ്പെസിഫിക്കറ്റ് ആയിട്ടുള്ള ടെക്നോളജി ആണോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ ആയിരിക്കണം നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലീഗൽ. നമുക്കറിയാം ഓരോ വർഷങ്ങളിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള ആക്റ്റുകൾ നമുക്കുണ്ട്. ആ ആക്റ്റുകളിൽ അമെൻമെൻറ്റ് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം. അതനുസരിച്ച് വേണം നമ്മൾ ഓരോ ഇൻഡസ്ട്രികളും സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കൾച്ചർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ കൾച്ചർ, അതൊക്കെ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഓൺട്രപ്രനറിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൽ വരുന്ന എൻവയോൺമെൻറ്റ്. അടുത്തതാണ് ഓൺട്രപ്രനറിയൽ എക്കോസിസ്റ്റം. An entrepreneurial ecosystem may be described as a set of entrepreneurial organizations like firms ആയിരിക്കാം, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കാം, ബിസിനസ് ഏഞ്ചൽസ്, ബാങ്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് വളരെയധികം വേണം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസിലൂടെ നമുക്ക് പല വർക്ക്ഷോപ്പുകളും സെമിനാറുകളും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ഏജൻസീസ്, ഫിനാൻഷ്യൽ ബോഡീസ്, ഇതെല്ലാം കൂടി വരുന്ന ആ ഒരു സെറ്റ് ഓഫ് ഓൺട്രപ്രനറിയൽ ഓർഗനൈസേഷനെയാണ് നമ്മൾ ഓൺട്രപ്രനറിയൽ എക്കോസിസ്റ്റം. അതായത് ഇതുമായി റിലേറ്റഡ്, അതായത് നമ്മുടെ ഓൺട്രപ്രനറിയൽ ഡെവലപ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻസിനെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺട്രപ്രനറിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, വാട്ട് യു മീൻ ബൈ ഓൺട്രപ്രനറിയൽ എൻവയോൺമെൻറ്റ്. അതിൽ വരുന്ന പല ഫാക്ടേഴ്സാണ് പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് കൾച്ചർ. ആൻഡ് ഫൈനലി ടോക്ക് അബൌട്ട് ദ ഓൺട്രപ്രനറിയൽ എക്കോസിസ്റ്റം. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം.